അമ്മോളെ ക്ലാസ് കഴിഞ്ഞോ? എന്താ മോളെ പൂവാല ശല്യമ്മ? എന്റെ കുഞ്ഞിന് എന്റെ അവസ്ഥ വരല്ലെന്ന് പ്രാർത്ഥിച്ചിട്ട് പടച്ചോൻ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. ഈ പരുവുള്ളപ്പോ നാട്ടുകാര് പറയുമായിരുന്നു കുഞ്ഞിന് വാപ്പുമാടെ കണ്ണും മൂക്കും കളറുവാന്ന്, പുറത്തോട്ട് ഇറക്കരുത് കണ്ണ് കിട്ടുവന്ന്. കാക്കക്കൂട്ടം പോലാണ് എന്നെ ഒന്ന് കൊത്തിപ്പറിച്ചത്. കാക്കക്കൂട്ടം കൊത്തിപ്പറിക്കുക എവളെന്തുവാ എറിഞ്ഞുകൊടുത്ത പൊറോട്ടയുടെ പകുതിയോ? നിങ്ങൾ രണ്ടൊന്ന് മിണ്ടായിരുന്നേ. എന്തോ ഇനി നീ തള്ളാൻ പോവാന്ന്? അല്ല മോളോ, ഇത്രയും പിള്ളേര് പഠിക്കുന്ന ഈ കോളേജിലെ മോടെ പിറകെ മാത്രം എന്തോ ഇത്രയും പൂവാലന്മാര് വരുന്നേ? ഇക്കാക്കത് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലയോ? ഇല്ല, കുഞ്ഞിന് എന്റെ കണ്ണും ചിറിയുവാന്ന്. നിന്റെ കണ്ണൻ ചൊറിയും. അവളിന്ന് കൊച്ചിന് കിട്ടി ഒലക്ക. ഇത്രയും പിള്ളേര് നിന്റെ പുറകെ നടക്കുമ്പോ ആ ക്ലാസ് ടീച്ചറിനെയോ ആ പ്രിൻസിയെ നിനക്കൊന്ന് അറിയിച്ചൂടായിരുന്നോ? വേണ്ട വേണ്ട, ആ പെണ്ണും കോഴിത്തരവാ. ആര്? പ്രിൻസി. പ്രിൻസിപ്പളിനെ അറിയിച്ച ഇവര് പുറകെ വരാതിരിക്കില്ലേ? ആകും. ഓ പിന്നെന്ത് ത്രില്ല്. പാപ്പാടെ മോള് തന്നെ. കേബിളിന്റെ പൈസക്ക് വരുന്നല്ല. ഇയാളെന്തിനാണ് ഈ ചുണ്ടിട്ട് കടിക്കുന്നേ? ഇയാള് പോയ പൈസ എടുത്തിട്ട് പാടേ. പൈസ ഇല്ല. ഇയാള് പൈസ കൈ ചുരുട്ടി പിടിച്ചോണ്ട് നിന്നാ മതിയോടെ, എനിക്ക് പോകണ്ടേ. ചുരുട്ടിയില്ല. വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലേ? ഈ സീരിയലില് നല്ല നല്ല ഭാഗങ്ങൾ വരുമ്പോ ഈ കാറിന്റെ ലോറിയുടെ ഒക്കെ പരസ്യം എടുത്തിടുന്ന എന്തിനാണ്? ഇവരല്ല. അഥവാ കാറോ ലോറി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ? അയ്യോ നമുക്ക് വാങ്ങില്ലേ. നിങ്ങളുടെ മുതലാളിയുടെ ഭാഗ്യമേ, കേബിളിന് പൈസ കൊടുക്കണ്ടല്ലോ, ഇങ്ങനെ ഇരുന്ന് കാണാം. അങ്ങനെ ഇരുന്ന് കണ്ടാ അരി വേവില്ല പെങ്ങളെ. ആ അത് ശരിയാ മോൻ പറഞ്ഞത്. ഞാനതല്ലയോ TV ഇട്ട് കാണുവാണെങ്കിലും കൂടെ കൂടെ വന്ന് അരി നോക്കുന്നേ. വേവില്ല, കല്ലുപോലെ അടക്കും. ഞാനങ്ങോട്ട് പോട്ടെ. മോനെ ഞാൻ കണ്ടതാ അവളാ കാശ് കൈയിട്ട് ചുരുട്ടുന്നത്. അമ്മ നേരത്തെ അടുത്ത മാസം വെച്ചേക്കാം. വേണ്ട, ഞാൻ ലെയ്ത്തി കൊണ്ടു നിവർത്തിക്കോളാം. വെയിത്തോ? അല്ല ദിക്കറ്.